നിലമ്പൂരിൽ PV അൻവർ നേടിയ 20,000-ഓളം വോട്ടുകൾ എവിടെ നിന്ന് ലഭിച്ചു? ഇരു മുന്നണിക്കും കിട്ടേണ്ടിയിരുന്ന വോട്ടുകൾ അൻവറിന്റെ പെട്ടിയിലേക്ക് എത്തിയത് എങ്ങനെ? നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം അവശേഷിപ്പിക്കുന്ന സുപ്രധാന ചോദ്യമാണിത്. തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി 11,077 വോട്ടുകൾ നേടി അട്ടിമറി വിജയം നേടി. തെരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്താണ് PV അൻവർ. ഷൗക്കത്തിന് 77,737 വോട്ടും LDF സ്ഥാനാർത്ഥി M സ്വരാജിന് 66,660 വോട്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറിന് 19,970 വോട്ടും ലഭിച്ചു. സ്വതന്ത്രനായി മത്സരിച്ച PV അൻവർ നേടിയ 19,760 അവഗണിക്കാനാവില്ലെന്ന നിലപാടിലാണ് UDF. 10,000-ലേറെ വോട്ടുകൾ അൻവറിന് നേടാൻ സാധിച്ച പശ്ചാത്തലത്തിൽ അൻവറിന്റെ UDF പ്രവേശനം വീണ്ടും ചർച്ചയാകും. അൻവറിനെ അത്ര എളുപ്പത്തിൽ അവഗണിക്കാൻ UDF-ന് സാധിക്കില്ല എന്ന നിലയിലും എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. ആര്യടൻ ഷൗക്കത്തിനെ മത്സരിപ്പിക്കരുതെന്നായിരുന്നു അൻവറിന്റെ പ്രധാന ആവശ്യം. ഷൗക്കത്തിന് വിജയസാധ്യതയില്ലെന്ന് അൻവറിന്റെ പ്രവചനം തെറ്റിയെങ്കിലും അൻവർ നേടിയ വോട്ടുകൾ UDF-നെ ഭയപ്പെടുത്തുന്നു. അൻവർ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ കൂടുതൽ മികവാർന്ന വിജയം ഉണ്ടായേനെ എന്നാണ് UDF നേതാക്കളുടെ ആദ്യ പ്രതികരണം. KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫും AICC പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയും അൻവറിനെ UDF-ന്റെ ഭാഗമാക്കണമെന്ന അഭിപ്രായക്കാരാണ്. പ്രതിപക്ഷ നേതാവ് VD സതീഷിന് വ്യക്തിപരമായി താനുമായി അകൽച്ചയില്ലെന്നും ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കാൻ തയ്യാറാണെന്നുമാണ് PV അൻവറിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം. മരുമോനിസത്തിന്റെ വേരറുക്കാൻ താൻ ഉണ്ടാകുമെന്നാണ് അൻവർ പ്രഖ്യാപനം. മുഖ്യമന്ത്രിക്കെതിരെ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയും കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് വീണ്ടും സജീവമാവാനുള്ള ശ്രമത്തിലാണ് PV അൻവർ. താനില്ലാതെ UDF-ന് നിലമ്പൂരിൽ വിജയിക്കാനാവില്ലെന്നായിരുന്നു അൻവർ UDF നേതൃത്വത്തെ തിരഞ്ഞെടുപ്പിൽ ധരിപ്പിക്കാൻ ശ്രമിച്ചത്. തന്റെ ആജന്മശത്രുവായ ആര്യടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ലെന്നും ഷൗക്കത്ത് ജയിക്കില്ലെന്നും വോട്ടെണ്ണലിന്റെ തലേ ദിവസം വരെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്ന അൻവർ ഫലപ്രഖ്യാപനത്തിന് ശേഷം നിലപാട് മാറ്റി. തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ UDF-നെ പ്രതിരോധത്തിലാക്കിയത് PV അൻവറായിരുന്നു. അൻവർ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചത് കോൺഗ്രസ് നേതൃത്വവുമായി അവസാനഘട്ട ചർച്ചകൾക്കു വേണ്ടിയായിരുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായ അൻവർ സ്വതന്ത്രനായി രംഗത്ത് വന്നതും UDF ഒടുവിൽ ഒത്തുതീർപ്പിനായി വരും എന്ന പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ പ്രതിപക്ഷ നേതാവ് VD സതീഷിനും കോൺഗ്രസ് നേതൃത്വം ശക്തമായ നിലപാട് തുടർന്നു. മത്സരിച്ച നിലമ്പൂരിലെ തന്റെ പിന്തുണ ബോധ്യപ്പെടുത്തുക എന്നത് അൻവറിന് അനിവാര്യമായി. ഇതോടെ മത്സര രംഗത്ത് സജീവമായി. 2-ാം സ്ഥാനത്ത് എത്തുമെന്നുള്ള പ്രതീക്ഷയും ഉണ്ടായെങ്കിലും 3-ാം സ്ഥാനം കൊണ്ട് തൃപ്തനാവേണ്ടി വന്നു. എങ്കിലും അൻവർ നേടിയ വോട്ട് നിർണായകമാണ്. അൻവറിന്റെ വോട്ടുകൾ ലഭിച്ചത് LDF-ന് ലഭിക്കേണ്ടിയിരുന്ന വോട്ടുകളാണ് എന്ന് വ്യക്തമാണ്. സ്വരാജിന് ലഭിച്ച വോട്ടും PV അൻവറിന് ലഭിച്ച വോട്ടും ചേർത്താൽ LDF സ്ഥാനാർത്ഥി വിജയിക്കും. അതിനാൽ അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം ഗുണകരമായത് UDF സ്ഥാനാർത്ഥിയായ ആര്യടൻ ഷൗക്കത്തിന് തന്നെയാണ്. 9 വർഷം മണ്ഡലത്തിൽ MLA ആയിരുന്ന PV അൻവറിന് പുതിയ വോട്ടർമാർക്കിടയിൽ നല്ല ബന്ധമുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിരുന്നു. ഇതും LDF-ലെ ഘടകകക്ഷികളുടെ തുടക്കം വോട്ടുകൾ അൻവറിന്റെ പെട്ടിയിലെത്തി. അൻവർ സ്ഥാനാർത്ഥിയായില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ വോട്ടുകളിൽ ഭൂരിഭാഗവും ഇടത് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചേനെ. അങ്ങനെയെങ്കിൽ M സ്വരാജ് വിജയിക്കാനുള്ള സാധ്യത ഉണ്ടാകുമായിരുന്നു. ആര്യടൻ ഷൗക്കത്തിന് വിജയാശംസകൾ നേർന്ന അൻവർ തനിക്ക് സ്ഥായിയായ വിയോജിപ്പുകൾ കോൺഗ്രസുമായി ഇല്ലെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇനി തൃണമൂലിന്റെ മേൽവിലാസത്തിലായിരിക്കുമോ അതോ ഒരു ഗ്രൂപ്പ് എന്ന നിലയിലായിരിക്കുമോ UDF-ലേക്കുള്ള പ്രവേശനം എന്ന് മാത്രമേ അൻവർ വ്യക്തമാക്കേണ്ടതുള്ളൂ.